എന്തായാലും വലിയ ഡ്രൈവറായി. അച്ചോട്ട് പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞു. അപ്പൻ എന്തേടി? ഈ പണി അപ്പന് ഇഷ്ടമല്ലെങ്കിലും കന്യോട്ടമല്ലേ, അതുകൊണ്ട് പറഞ്ഞിട്ട് പോകാന്ന് കരുതി. ഇതാ അഡ്വാൻസ് കിട്ടിയപ്പോ വാങ്ങിയതാ. ഇത് അപ്പന്, ഇത് നിനക്ക്. വേണ്ട, കണ്ട കള്ളന്മാരുടെ കൈ കൊണ്ട് കിട്ടിയ കാശ് കൊണ്ട് വാങ്ങിച്ചൊന്നും ഇവിടെ ആർക്കും വേണ്ട. ഒരു കള്ളപ്പണിയും ചെയ്യാതെയാ ഇത്രയും നാളെ നിങ്ങളെ ഞാൻ വളർത്തിയത്. ഒന്നും ഒരു കുറവും വരുത്താതെ. ഡ്രൈവർ പണി കള്ളപ്പണിയാണോ? ആനപ്പണിയേക്കാൾ അന്തസ്സുണ്ട്. അന്തസ്സില്ലാന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ തെക്കന്റെ ലോറിയിലെ പണി നിനക്ക് വേണ്ട. വളയം തരാൻ ആരും ഇല്ലായിരുന്നപ്പോ തന്നത് തെക്കനാ. അപ്പന്റെ വാക്ക് കേട്ടത് വേണ്ടെന്ന് വെക്കാൻ എനിക്ക് വയ്യ. എന്നെ ധിക്കരിച്ച് ഈ വീട്ടിൽ കഴിയാമെന്ന് നീ കരുതണ്ട. എന്ത് ചെയ്താലും അത് ധിക്കാരമായിട്ട് അപ്പന് തോന്നും. അതിന് ഞാനെന്ത് ചെയ്യും? ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞു. നീ പണിക്ക് പോണ്ട എന്ന് അപ്പം മാത്രം തീരുമാനിച്ചാൽ മതിയോ? മതിയടാ. ഈ വീട്ടിൽ എന്റെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കാൻ വയ്യെങ്കില് നിന്റെ പാടായിക്കോ. പക്ഷെ മേലാലി മുറ്റത്ത് കാലുകുത്തരുത്. ഇല്ല, എനിക്ക് ജീവിക്കാൻ നിങ്ങളുടെ ആരുടെയും സഹായം വേണ്ട. വേണ്ടെങ്കിൽ ഇറങ്ങടാ, ഇറങ്ങടാ വട്ടിപ്പുറത്ത്. എന്താ ഇത്? വേണ്ട, പോട്ടെ. അവന് തോന്നുമ്പോ വരട്ടെ. ഇല്ലെങ്കില് എനിക്ക് അങ്ങനെ ഒന്നും ഇല്ലെന്ന് വിചാരിക്കാം. എന്റെ ലോഡുകൾ പിടിച്ചത്? ഞാനൊന്നും അറിഞ്ഞില്ല തെക്ക, ഒക്കെ DFO നേരിട്ടായിരുന്നു. കൈ നീട്ടുമ്പോ കെട്ടുകണക്കിന് തരുന്നില്ലേ ഞാൻ? എന്നിട്ടും താൻ അറിഞ്ഞില്ല അല്ലേ? കൊടുക്ക്, ആർക്ക് വേണേലും കൊടുക്ക്. എന്നിട്ടെന്റെ ലോഡുകൾ വിടാൻ പറ. അത് ലോഡ്
DFOയുടെ കസ്റ്റഡിയില. പുതിയ ആളാ, കടുംപിടുത്തക്കാരനാ. ഞാൻ എന്ത് ചെയ്യാൻ? വാട്ട് ബ്ലഡി നോൺസെൻസ് ആർ യു ടോക്കിംഗ്? കാട്ടുകള്ളന്മാരെ ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനല്ല ഞാൻ. നിങ്ങൾക്ക് പോകാം. ദാറ്റ് ഈസ് വേ ഔട്ട്. മിസ്റ്റർ ജെയിംസ് ആന്റണി, നിങ്ങൾ സംസാരിക്കുന്നത് തെക്കനോടാണ്. താൻ തെക്കനാണെങ്കിൽ ഞാൻ എന്താ വടക്കോട്ട് പോണോ? താനും തന്റെ ഗുണ്ടകളും കാണിച്ചു കൂട്ടുന്ന എല്ലാ അക്രമങ്ങളും പുറത്തു കൊണ്ടുവരാൻ എനിക്ക് കഴിയണം. എന്നാലല്ലേ സാറിന്റെ മോളിലുള്ളവർക്ക് കണക്ക് പറഞ്ഞ് എന്നോട് കാശ് വാങ്ങിക്കാൻ പറ്റൂ. നിങ്ങൾക്ക് എത്ര വേണം അത് പറ. എനിക്ക് എന്റെ ലോഡുകൾ വിട്ട് കിട്ടണം. നോ. ഡു യു തിങ്ക് ഐ ആം ഫോർ സെയിൽ? ഞാൻ DFO ആയിരിക്കുന്നിടത്തോളം കാലം തന്റെ ഒരു അഭ്യാസം ഇവിടെ നടക്കില്ല. തനിക്ക് തെക്കനെ കുറിച്ച് ഒന്നും അറിയില്ല. കാട്ടിൽ ഇനിയും എന്റെ മുതൽ കിടപ്പുണ്ട്. അത് തന്റെ കൺമുമ്പിലൂടെ ഞാൻ കൊണ്ടുപോകുന്നത് കാണണോ? തടയാമെങ്കിൽ തടഞ്ഞോ. തെക്കൻ ആരാണെന്ന് അപ്പൊ അറിയും. താൻ ഒരു പുല്ലും ചെയ്യില്ല. Shut up and get out. ഒച്ച വയ്ക്കണ്ട. എന്നെ എതിർത്ത് തനിക്ക് മനസമാധാനത്തോടെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഇവിടെ നിന്നല്ല, എവിടെയും. ശരി, നമുക്ക് കാണാം. തൊലി ഉരിഞ്ഞു പോയിടോ, തൊലി ഉരിഞ്ഞു പോയി. മുഖ്യമന്ത്രിയുടെയും പത്രക്കാരുടെയും ചോദ്യം കേട്ട്. ഇരിക്കെ. എന്തോ നാടോ ഇതൊക്കെ? ആരാണോ ഇതിന്റെയൊക്കെ പിന്നില്? സാർ, ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവർ പറയുന്നത് കണ്ടാലറിയാവുന്ന ആരും അതിലില്ലായിരുന്നു എന്നാണ്. ഇറ്റ് വാസ് ടോട്ടലി അൺഎക്സ്പെക്ടഡ് ബട്ട് എ വെരി വെൽ പ്ലാൻഡ് ഓപ്പറേഷൻ. വിത്ത് യുവർ പെർമിഷൻ സാർ, ഡിപ്പാർട്ട്മെന്റിന് ഇതിൽപ്പെടെ ഒരു നാണക്കേട് വരാനില്ല. പിടിച്ചെടുത്ത തൊണ്ടി സാധനങ്ങൾ തിരിച്ചു കൊണ്ടുപോകാൻ എന്നൊക്കെ പറഞ്ഞാൽ എന്തിനും കൂട്ടു നിൽക്കാൻ നമ്മുടെ ഇടയിൽ തന്നെ ആളുകൾ ഉള്ളപ്പോ ഹൗ കാൻ ഐ അഷ്യൂർ സേഫ്റ്റി സർ? നോ. എനിഹൗ, ഇതിന് നിങ്ങൾ സമാധാനം പറഞ്ഞേ പറ്റൂ. പറയുക മാത്രമല്ല, ഇതിന് ഉത്തരവാദികളായവരെ കസ്റ്റഡിയിൽ എടുക്കാനും എനിക്ക് കഴിയും. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല മിസ്റ്റർ ജെയിംസ് ആന്റണി? അതിന് സാർ എനിക്ക് ഒരു ഉറപ്പ് തരണം. അറസ്റ്റ് ചെയ്തവരെ ലോക്കപ്പിലാക്കുന്നതിന് മുമ്പ് അവർ വിട്ടയക്കാൻ ഉത്തരവിടില്ല. സാർ, വണ്ടമേട്ടിലെ പരിപാടി ഒന്ന് പോടോ. ഈ കാര്യത്തിൽ DFOയുടെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ ആരും വരില്ല. അതിന് ഞാൻ ഉറപ്പ് തരുന്നു. എന്തായാലും നമ്മുടെ വകുപ്പിന്റെ നാണക്കേട് മാറണം. ഇതിനൊക്കെ തെളിവുകൾ എന്റെ അടുത്തുണ്ട് സാർ. പലരുടെയും ഉറക്കം കെടുത്തുന്ന തെളിവുകൾ. തോമസേ, വാ. ഇയാളാണ് സാറിന്റെ തെളിവ്. സാറിന്റെ വാക്ക് വിശ്വസിക്കാമെന്നുണ്ടെങ്കിൽ
വിത്തിൻ 24 hours ഈ സംഘത്തിലെ മുഴുവൻ പേരെയും ഞാൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. Then do it. കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ മുതലാളി. നിന്നെ കൊല്ലരുതല്ലേ, ഒറ്റിക്കൊടുക്കാനും എനിക്കെതിരെ സാക്ഷി പറയാനും കൂടെ നിൽക്കുന്നവർ തുടങ്ങിയ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? തെറ്റുപറ്റിപ്പോയി, മാപ്പ് തരണം മുതലാളി. എന്റെ കുടുംബം, അവരെ ഓർത്തിട്ടെങ്കിലും എന്നെ ഒന്നും ചെയ്യല്ലേ. ഇല്ല, ഒന്നും ചെയ്യുന്നില്ല. ഉം. ഉം. ഞാൻ തിരിച്ചു വരില്ലാന്ന് വിചാരിച്ചു അല്ലേ താൻ? വരുവടോ, ഞാനേ തെക്കന്റെ പണിക്കാരനാ. ഒന്നും മനഃപൂർവ്വം ആയിരുന്നില്ല ചന്ദ്ര. ലോഡുമായിട്ട് വരുന്നത് നീയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഓഹോ, നീ ചെയ്തത് തെറ്റാ. മൂപ്പന് എതിർത്തിട്ടും ആ തെക്കന് വേണ്ടി കള്ളത്തടി കടത്താൻ കൂട്ടുന്നത് തെറ്റ് തന്നെയാ. ആദ്യം അത് സമ്മതിക്കേ. ഞാൻ എങ്ങനെ ജീവിക്കണമെന്നും എന്ത് ജോലി ചെയ്യണമെന്നും എനിക്കറിയാം. എന്നെ ആരും പഠിപ്പിക്കണ്ട. ഞാൻ ആരെയും പഠിപ്പിക്കാൻ വരുന്നില്ല. തെറ്റ് കണ്ടാ പറയും, ഇഷ്ടപ്പെട്ടവരാണെ ചിലപ്പോ ശിക്ഷിക്കും. ശിക്ഷിക്കും. പിന്നെ നാട്ടുകാരുടെ മുമ്പിൽ ആളാവാനാണ് ശ്രമമെങ്കിലേ അത് എന്നോട് വേണ്ട. ഇപ്പൊ ചെല്ലേ. വല്ലയിടത്തുനിന്നും വലിഞ്ഞേറി വന്നിട്ട് ഈ നാട്ടുകാരെ ഒറ്റിക്കൊടുക്കാനും തമ്മിലടിപ്പിക്കാനാണ് ഭാവമെങ്കിൽ അറിയാമല്ലോ അനുഭവം. ശങ്കുണ്ണി മൂപ്പന്റെ മോനായിപ്പോണ്ട് ഇത്ര നേരം ഞാൻ ശ്രമിച്ചു. അല്ലെങ്കിൽ താൻ എന്തോ ചെയ്യണോ? വെട്ടിയറിഞ്ഞ് കൊക്കേത്തള്ളും, അത്ര തന്നെ. ഓടാ. കന്നത്തരോ ഏഷണിയും കൊണ്ട് ആനപ്പന്തി പടപ്പുറപ്പാടിനാണെങ്കിൽ അതിന് ഞാനും തയ്യാറാ. പറഞ്ഞാൽ കേൾക്കണം. എളുപ്പം കാശുകാരനാകാൻ പോകുന്നതിന്റെ അനുഭവം ഇതാ. ഇപ്പൊ മനസ്സിലായോ? അപ്പന്റെ വഴക്ക് പേടിച്ചിട്ടാ ചന്ദ്രേട്ടൻ വീട്ടിൽ വരാത്തത്. അതെങ്ങനെയാ? കണ്ണിന് നേരെ കണ്ട രണ്ടാളും കീരിയും പാമ്പും അല്ലേ? വഴക്ക് പറയുന്ന സ്നേഹമില്ലാഞ്ഞിട്ടാണോ? വഴിതെറ്റി പോകുന്ന കാണുമ്പോ ശാസിക്കും. അതുകൊണ്ട് വീട്ടിൽ കയറാൻ പാടില്ലെന്നുണ്ടോ? എങ്ങനെ കയറും? അപ്പനെ ഇറക്കി വിട്ടതല്ലേ. ഇതിനൊക്കെ കാരണം അപ്പന്റെ വാശിയാ. എനിക്ക് അവനോട് ഒരു വാശിയില്ല. തെക്കന്റെ കള്ളക്കടത്തിനും കള്ളവോട്ടത്തിനും കൂട്ടു നിൽക്കുന്നതിനെയാണ് ഞാൻ എതിർത്തത്. എന്റെ ഈ കൈ പോയത് ആന ഇടഞ്ഞിട്ടാണെന്ന് ഞാൻ എല്ലാരെയും പറഞ്ഞു വിശ്വസിപ്പിച്ചു. ഇടഞ്ഞത് ആന ആയിരുന്നില്ല, തെക്കനായിരുന്നു, 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 തെക്കനായിരുന്നു.
വൈരാഗ്യമാണ് ചെക്കൻ എന്നോട്. ഇന്നെന്റെ മോനെ വെച്ച് എന്നോട് പക തീർക്കുക അവൻ. ഇതൊക്കെ ചേട്ടനോട് നേരത്തെ പറയായിരുന്നില്ല അപ്പന്. എങ്കിൽ ചേട്ടൻ ഒരിക്കലും അയാളുടെ കൂടെ പോവില്ലായിരുന്നു. പറയാൻ പലവട്ടം തുനിഞ്ഞതാ. നിനക്കറിയില്ലേ അവന്റെ സ്വഭാവം? എടുത്തു ചാടി അവൻ എന്തെങ്കിലും പറ്റിയാൽ. എനിക്കെന്റെ മക്കളുടെ ജീവന് ഇത്രയും നാൾ ജീവിച്ചത് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാ. മോള് വിഷമിക്കണ്ട, ഞാൻ അവനോടെല്ലാം പറയാം. ഞാൻ ഇറക്കി വിട്ടെന്നല്ലേ, ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടുവരാം. നീ പറഞ്ഞതുപോലെ ചെയ്തു അല്ലടാ? വാവച്ചാ തോന്നുവാസം പറയരുത്. കാണിക്കത്തില്ലടാ. എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം നിന്നെ കാണിക്കത്തില്ല. പ്രശ്നം ഉണ്ടാക്കരുത്. തലയാൻ തടിക്കേണ്ട അവകാശം. അവകാശം ഉണ്ടടാ. ഈ മരിച്ചു കിടക്കുന്ന എന്റെ ആശാന്റെ മകനാ ചന്ദ്രൻ. ഇവരെ ഞാൻ കാണിക്കത്തില്ലടാ. എന്നെ അവനൊന്ന് കാണിച്ചു. കാണണമെന്ന് വെച്ചാൽ അച്യുതം കാണും. ആര് തടഞ്ഞാലും കാണും. പക്ഷെ ഞാനായിട്ട് ഇവിടെ ഇപ്പോ ഒരു പ്രശ്നം ഉണ്ടാവണ്ട.